ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് രാവിലെ തന്നെ ഒരു ട്രിപ്പ് പോകണ്. ചേട്ടൻ്റെ വീട്ടിലേക്ക് വീണ്ടും പോകണ്. ആൽവിൻ വന്നല്ലോ. അപ്പോൾ ആൽവിൻ എത്തിയതിന് ശേഷം അവിടെ പാപ്പനും മാമയും ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ അടുത്തൊന്നും കൊണ്ടുപോയില്ല, അവരെ കണ്ടിട്ടില്ല അവൻ. അപ്പോൾ ആൽവിനെയും കൊണ്ട് ഞാനും ചേട്ടനും പോകുന്നുള്ളൂ. അഞ്ജലി വരുന്നില്ല കേട്ടോ, കാരണം ഇന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചും പോരണം. അപ്പോൾ അവിടെ ചെന്ന് അവരെയൊക്കെ ഒന്ന് കണ്ട് ഉടനെ തന്നെ ഞങ്ങളവിടെ നിന്ന് റിട്ടേൺ അടിക്കും. അപ്പോൾ പിന്നെ അഞ്ചു പറഞ്ഞു, ഞാൻ ഓൾറെഡി ഒരാഴ്ച മുമ്പ് പോയി വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വന്നില്ല ഇത്രയും ദൂരം യാത്ര. അപ്പോൾ അതുകൊണ്ട് അഞ്ചുനാണെങ്കിൽ കുറേ എഴുതാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോളിഡേ വർക്ക് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയായിട്ടില്ല, ഒരുപാട് വർക്ക് ഇനിയും എഴുതാനും ചെയ്യാനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തിരിച്ച് യു.പി. ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര വർക്ക് ലോഡായിരിക്കും. അപ്പോൾ അത് തന്നെ കൊണ്ട് അഞ്ചു വരുന്നില്ല, ഞാനും ചേട്ടനും ആൽവിനും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ വണ്ടിക്ക് പോകണം. ഇപ്പോൾ സമയം 6:30 കഴിയുമെന്ന് പറയാം. ആ സമയത്താണ് നമ്മൾ ഇറങ്ങണേ. ഇത് ചെറുതായിട്ട് മഴയും കാര്യമൊക്കെ ഉണ്ട്, എന്താവുന്നൊന്നും പിടുത്തമില്ല. എന്താ സണ്ണി കുർബാന കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. വീട് പോയി പാലെടുത്തിട്ട് വന്നു. സണ്ണി കുർബാനയും കഴിഞ്ഞെത്തി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങണം. മഴയ്ക്ക് നല്ല കാറുണ്ട്, നല്ല സ്ട്രോങ് മഴ വരാൻ പോകണമെന്നും തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇടുവാൻ്റെ ഇവിടെ ചായയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പിക്കും. അതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. സണ്ണിയും വീടും ഗ്രേസൊക്കെ അതേ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. തിരിച്ചു വരുമോ? അപ്പൊ ടാറ്റാ, ബൈ ബൈ. ഞങ്ങളിപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് തന്നെ പുറപ്പെട്ടു കേട്ടോ. 7 മണിയായി ഇറങ്ങിയപ്പോഴേക്കും. നല്ല കാലാവസ്ഥയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് എത്തിയ? ഏതാ സ്ഥലം? ഏതാ? ആമ്പല്ലൂര് കഴിഞ്ഞു. മഴ പെയ്യോന്നറിയില്ല. മഴക്കാരൊക്കെ ഉണ്ട്. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ടൊക്കെ രാത്രിയിലൊക്കെ നല്ല ഒരുവിധം നല്ല മഴ കിട്ടിയായിരുന്നു കേട്ടോ. രാവിലെ ആയാലും ചെറുതായിട്ട് മഴയുള്ള പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. പക്ഷെ മഴക്കാറുണ്ടായിരുന്നു. നമ്മള് തൃശ്ശൂർ പൂരം നടക്കുന്ന അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ രാവിലത്തെ യാത്ര ഇങ്ങനെ നീങ്ങുന്നു. ഞങ്ങൾ ചെറിയൊരു ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ചായയും പത്തിരിയും ചെറുകടിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഡ്രൈവറെ നമുക്ക് ഉറങ്ങാതെ ഒന്നും കൂടെ സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ ഡ്രൈവർ? ഉറങ്ങാതെ സ്മാർട്ടാവാൻ വേണ്ടിയിട്ട്. അത് തന്നെ. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയായിരുന്നു. ഭാരതപ്പുഴയുടെ മുകളിൽ കൂടിയാണ് പോകുന്നത്. പാലം അവിടെ കഴിഞ്ഞോണ്ടിരിക്കും. എന്തായാലും ഇവിടെ മഴയൊന്നുമില്ല, നല്ല വെയിലൊക്കെ തന്നെയാണ്. നല്ല കാലാവസ്ഥയാണ്. നല്ല യാത്ര കുഴപ്പമൊന്നുമില്ല. യാത്ര സൂപ്പർ. ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതകളൊക്കെ കുറഞ്ഞാണ് കാണുന്നത്.
അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങള് വഴി സൈഡിൽ കുറച്ച് നേന്ത്രപ്പഴം വെക്കുന്ന ഒരു വാൻ കണ്ടു. അപ്പൊ അതേ ചേട്ടനും ആൽവിനും കൂടെ അവിടെ ഇറങ്ങി നേന്ത്രപ്പഴം വാങ്ങിക്കാൻ പറഞ്ഞ് പോവാണ്. അപ്പൊ 2.5 കിലോയ്ക്ക് 100 രൂപയുള്ളൂ. അത് കണ്ടപ്പോൾ ചേട്ടൻ എന്തായാലും 5 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ 5 കിലോ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിച്ച് വീണ്ടും യാത്ര തുടരാണ്. സാധനം കിട്ടിയോ? 5 കിലോ എടുത്തു, 200 രൂപ. അവര് പറഞ്ഞത് എവിടുന്നേ? ഇത് കർണാടകയിൽ നിന്ന് വരുന്ന അവര് പറയുന്നത്. അവിടെ വിലക്കുറവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കോടഞ്ചേരിയിൽ എത്തിയിട്ടോ. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം കാലത്ത് 7 മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടതാ. അപ്പോൾ ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കോടഞ്ചേരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ കൂട്ടുകാരന്മാരുടെ വീടുകളൊക്കെ ഇവിടെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ എല്ലാവരും വർക്കിലാണ്, ഡ്യൂട്ടിയിലാണ്. എല്ലാവരും സ്കൂളിലെ ടീച്ചേഴ്സാണ്. ചേട്ടൻ ഡ്രൈവ് ചെയ്യാനായതുകൊണ്ട് പറയുന്നത് ചിലപ്പോൾ കേൾക്കണ്ടാവില്ല. എന്തായാലും കാലാവസ്ഥ കുഴപ്പമില്ലാതെ അങ്ങനെ എത്തി. അങ്ങനെ നമ്മൾ പോന്ന് കോടഞ്ചേരി പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോവാണ് കേട്ടോ. ഇതാ കാണുന്നു കോടഞ്ചേരി പള്ളി. അതായത് നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. മുൻപ് പറഞ്ഞ വഴി അവർക്കങ്ങനെ വീഡിയോ എടുക്കുന്നൊന്നും അധികം താല്പര്യമുള്ള കേസല്ല. ഇതാ കാണുന്നതാണ് ചേട്ടൻ്റെ വീട്. എത്തിപ്പോയി. അതെ, ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ അടുത്ത വീട്ടിലെ ചേച്ചിനെ കാണാൻ പോയിട്ട് ഇതാ വീണ്ടും തിരിച്ചു കയറി വരുന്നതാണ്. ആൽവിനെ കൊണ്ടുപോയായിരുന്നു അവിടേക്ക്. ആൽവി ഇതാ വരുന്നു. പിന്നെ നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി. പയ്യെ തിരിച്ചു പോവാം. നല്ല മഴയ്ക്ക് കാറുണ്ട്. ഈ നേരം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അതേ ഞങ്ങളിവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങേണ്ട സമയമായപ്പോഴേക്കും ഇതേ നല്ല മഴക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങാൻ പോവാണ്. ഇനി ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് പാപ്പൻ്റെ ചേട്ടൻ്റെ മകളുടെ വീട്ടിലും കൂടെ ഒന്ന് കയറണം. അവിടെ കയറിയിട്ട് വേണം. കാരണം അവിടെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോൾ അവിടെ കയറാൻ സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കയറണം. പിന്നെ പോകുന്ന വഴിക്ക് കുന്നംകുളത്ത് ഞങ്ങളുടെ ഒരു ടീച്ചറിൻ്റെ വീടുണ്ട്. ഇപ്പോൾ ടീച്ചർ റിട്ടയർ ആയിട്ട് 2-3 കൊല്ലം, 3-4 കൊല്ലമായി തോന്നുന്നു. അപ്പോൾ ആ ടീച്ചറിൻ്റെ വീട്ടിലും ഒന്ന് പറ്റിയാൽ കയറണം എന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ കയറണം എന്ന് ഉള്ള ഒരു പ്ലാൻ ഉണ്ട്. നടക്കുമെന്ന് അറിയില്ല, ഇനി മഴയൊക്കെ വന്ന് എങ്ങനെയാവുമെന്ന്. അപ്പോൾ കുന്നംകുളം റൂട്ടിൽ കൂടെ പോകണം നമുക്ക് അവിടേക്ക് പോകണമെങ്കിൽ. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും കണ്ട് വർത്തമാന വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതാ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് സ്ഥലം വിടണം. പോവാം. എന്നാ പോവാട്ടാ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോന്ന് നമ്മളിപ്പോൾ എവിടെ എത്തിയേക്കണേ? ഈങ്ങാപ്പുഴ. ഞങ്ങൾ അങ്ങനെ പോന്ന് ഈങ്ങാപ്പുഴ ടൗണിലെത്തി. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഇത്തിരി ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വല്യപ്പൻ്റെ മകളുടെ വീട്ടിലേക്ക് ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ വിളിക്കാറുള്ള ഗീതമ്മ ചേച്ചിയുടെ വീട്ടിലെത്തി. അങ്ങനെ അവരൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടോ ഞങ്ങള്. അപ്പൊ ഞങ്ങൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ആരംഭിച്ചായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റി. അപ്പൊ
ഞങ്ങളങ്ങനെ പോന്ന് ഇവിടെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും തന്നെ വലിയപ്പൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് കയറിയേക്കാണ്. ആദ്യം തന്നെ ഞങ്ങൾ സ്റ്റാർട്ടറിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ലോലിപോപ്പ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ടർ. അപ്പോൾ അതപ്പോഴേക്കും എത്തി, വേഗത്തിൽ തന്നെ അതെത്തി. അപ്പോൾ ഞങ്ങളത് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാൻ കിട്ടിയിരിക്കുന്ന ഫ്ലോർ എന്ന് പറയുന്നത് മുകളിലത്തെ ഫ്ലോർ ആയിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് താഴേക്കുള്ള വ്യൂ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചപ്പോഴേക്കും തന്നെ ഞങ്ങളുടെ മെയിൻ ഫുഡും ഇതാ എത്തിക്കഴിഞ്ഞു. ഞാൻ ചിക്കൻ കറിയും ചപ്പാത്തി ആയിട്ട് പറഞ്ഞായിരുന്നു. ചേട്ടനും അലുവിനും കിഴി പൊറോട്ടയാണ് പറഞ്ഞേക്കണം. പിന്നെ അതിന്റെ ഒപ്പം ഫിഷ് ഫ്രൈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല അടിപൊളി ഐറ്റംസുകളായിരുന്നു എല്ലാം. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി നമുക്ക് കുറെ ദൂരം യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുന്നംകുളത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ആ ടീച്ചറിന്റെ സാറിന്റെ വീട്ടിലൊന്നും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. സമയം കിട്ടി അങ്ങോട്ടേക്കും പോകണം. അങ്ങനെ വേഗത്തിൽ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോ ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ടോ എല്ലാവരും. അപ്പൊ ജ്യൂസൊക്കെ കുടിച്ച് അതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് താമരശ്ശേരിയിലുള്ള കോപ്പർ കിച്ചൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. നമ്മളങ്ങനെ പോകുന്നത് ഇപ്പൊ കൊടുവള്ളിയിൽ എത്തിയിട്ടുണ്ട്. കൊടുവള്ളി കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ റോഡും ഈ വ്യൂ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. റോഡ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സീനറി ഒക്കെ കണ്ടിരുന്ന് അങ്ങനെ പോന്നു. കുറച്ച് വഴിയൊക്കെ കഴിയുമ്പോൾ പിന്നെ ഞാൻ ഉറങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ വണ്ടി കയറി യാത്ര ചെയ്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങി. ഇത് ആലിനെടുക്കുന്ന വീഡിയോ കേട്ടോ. ഞാൻ നല്ല സൂപ്പർ ഉറക്കത്തിൽ പെട്ടു. പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റത്. എനിക്ക് അങ്ങനെ കുറെ നേരം യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഉറക്കം വരും വേഗം. എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാ. ഒന്ന് ഉറങ്ങി എന്നിട്ടല്ലേ പിന്നെ ഒരു സുഖം കിട്ടുള്ളൂ എനിക്ക്. അപ്പം അങ്ങനെ ഞങ്ങൾ പോകുന്നത് കുന്നംകുളത്ത് എത്തി. അപ്പോൾ ഞങ്ങളിനി ടീച്ചറിൻ്റെയും സാറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ അടുത്ത ഭാഗത്തായിട്ടാണ് ടീച്ചറിൻ്റെയും സാറിൻ്റെ വീട്. അപ്പം ഇനി പയ്യെ ലൊക്കേഷൻ നോക്കി പോകണം. മഴ ഇടയ്ക്കൊക്കെ പെയ്യുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്, പിന്നെ നിൽക്കും, വീണ്ടും പെയ്യും. അങ്ങനെ മഴക്കാറും ഉണ്ട്. എന്നാലും യാത്രയ്ക്ക് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമൊന്നും കൂടാതെ അങ്ങനെ എത്താൻ പറ്റി. അപ്പം ഞങ്ങളങ്ങനെ ടീച്ചറിൻ്റെ വീടെത്തി. സാറ് നിൽക്കുന്നു. സാറ് പുറത്ത് ഞങ്ങൾ വെയിറ്റിംഗ്. സാറാണ് നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അവരുടെ വീട്. ഇരുട്ടായി ഞങ്ങൾ എത്തിയപ്പോഴേക്ക്. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ തന്നെ ലേറ്റായി. വരുന്ന ടീച്ചർ ഡോർ തുറന്നു എത്തിപ്പോയി. ടീച്ചറും സാറും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സെയിം സ്കൂളിൽ ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവരെ നമുക്ക് നന്നായിട്ട് അറിയാൻ നല്ല പരിചയമുള്ളതാണ്. പിന്നെ അവരുടെ മോൻ ഇപ്പൊ ജോലിക്ക് പോയിരിക്കണ്. മോന്റെ കൊച്ചാണ് ഇവിടെ കളിച്ചു കിടക്കുന്നത്. മോനും അവിടെ UP-ല് ഞങ്ങളുടെ സെയിം സ്കൂളിൽ തന്നെയാണ് മോനും പഠിച്ചത്. സാറിന്റെ മോനെ ചെറിയ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽവിനെ ഇവര് രണ്ടുപേരും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മോന്റെ വൈഫാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു തന്നത്. ഞങ്ങൾ എവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. കൊച്ചിന്റെ കൂടെയൊക്കെ ആയാലും നല്ല രസമായിരുന്നു കളിക്കാനൊക്കെ. കിട്ടിയ സമയം എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇറങ്ങണം. ഒത്തിരി ലേറ്റ് ആയി. അപ്പൊ ഇറങ്ങേണ്ട സമയമായി. ഇനി വേഗത്തിൽ പോകാം. പപ്പയുടെ ടീച്ചറും മാഷൊക്കെയാ. പഠിപ്പിച്ചേ ശരി സാറ് പോവാട്ടാ. ടാറ്റ. ശരി ടാറ്റ. അങ്ങനെ അവരോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളതേ പോന്നു കേട്ടോ. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ലേറ്റ് ആവുമെന്ന് അറിയായിരുന്നു. എന്നാലും എന്തായാലും ഈ പ്രാവശ്യം ഒന്ന് കയറിയിട്ട് പോരാന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും ടീച്ചറെ സാറിനെയൊക്കെ കണ്ടിട്ട് പോരാന്നും പറഞ്ഞ് അങ്ങനെ പ്ലാൻ ഇട്ടതുകൊണ്ടാണ് അവിടേക്ക് പോയത് നമ്മള്. അവിടെ തന്നെ
അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നല്ല മഴയിൽ പെട്ടുട്ടോ. ഇടിവെട്ടും ഇടിവാള് മിന്നലും ഒക്കെ കാണായിരുന്നു. അത്രയും സ്ട്രോങ് മഴയായിരുന്നു. എന്തായാലും നമ്മൾ വണ്ടി എവിടെ നിർത്തിയൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോന്നു. കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ട് നിന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ മഴയാണ്, ഒന്നും കണ്ടുകൂടാ ആ രീതിയിൽ. ഒന്നാമത് ഇരുട്ടുമായി, പിന്നെ ഇത്രയും ഹെവി റെയിനും കൂടെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഡ്രൈവിംഗ്. എന്നാലും ചേട്ടൻ മാനേജ് ചെയ്തു. അങ്ങനെ ഇതേ ഞങ്ങൾ വീട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതേ ഒരു 9:30 ഇതാ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ ഡേ യാത്ര തന്നെയായിരുന്നു. അങ്ങനെ ഇതേ ആൽബിൻ്റെ ഗേറ്റ് തുറക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.